ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പാസ്ത മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാക്രോണി അല്ലെങ്കിൽ പാസ്ത എന്നറിയപ്പെടുന്ന ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന ഒരു ടൈമേ ഇതിന് ആവശ്യമുള്ളൂ. അതിന് ശേഷം വേഗം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു 4-5 ഗ്ലാസ് വെള്ളം വച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഏത് എണ്ണയാലും കുഴപ്പമില്ല. ഇത് വേവിക്കുമ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നോക്കുമ്പോൾ അറിയാം കുക്കായോ എന്ന്. ഇപ്പം ഏകദേശം ഒരു 1/4 വേവൊക്കെ ആയാൽ മതി. ഇതിപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു അരിപ്പയിലൂടെ വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് മസാല ഉണ്ടാക്കാൻ ആരംഭിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഏത് ഓയിലായാലും കുഴപ്പമില്ല. 2-3 സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ഇടുക. ഇനി അതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണിത്, അതും കൂടി ഇടുകയാണ്. ഞാനൊരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇടുകയാണ്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് അധികം ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് ഒരെണ്ണം ചേർക്കുകയാണ്. അതിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യാണ്. ഞാൻ ക്യാരറ്റും അതുപോലെ ബീൻസുമാണ് ആഡ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതെല്ലാം 1/4 ഭാഗം കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്യാണ്. ഇത് വിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ, മുളക് പൊടി ചേർക്കാം. ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കുക. മല്ലിപ്പൊടി 1/2 സ്പൂൺ ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുക. ഇനി ഗരം മസാല 1/2 സ്പൂൺ ചേർക്കുക. വേറെ ടേസ്റ്റി മസാലകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് 1/4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. മാക്രോണി വേവിക്കുമ്പോൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പിടുക. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് 2-3 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണം. ഞാനിവിടെ ഈ കിസാൻ്റെ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. 2-3 സ്പൂൺ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ വേവിച്ച് വച്ചിരിക്കുന്ന പാസ്ത ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവൊക്കെ നോക്കി ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്.
ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാസ്ത മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.